അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് സൗത്ത് കൊറിയയിൽ ഉണ്ടായ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടു. അതിനിടയിൽ മഹാദുരന്തങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മുസ്ലിയാക്കന്മാരുടെ ചില കറാമത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിലേക്ക് ചേർത്ത് നമ്മൾ ഒരു പരിശോധന നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. സമസ്താലയത്തിൻ്റെ വിശ്വാസം എന്താണ്? മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്നൊക്കെയാണ്. അതുപോലെ തന്നെ CM മടവൂരിനെ കുറിച്ചൊക്കെ ഇവർ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത് എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. ഇങ്ങനെ ഈ കറാമത്തെന്ന പേരിൽ ഒരുപാട് കള്ളക്കഥകൾ സമൂഹത്തിൻ്റെ മുന്നിൽ നിരന്തരം മത്സരിച്ചുകൊണ്ട് അഹ്സനിമാരും സക്കാഫിമാരും ദാരിവിമാരും അതുപോലെയുള്ള കണ്ട അണ്ടനും അടകോടിനുമൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പലതും പറഞ്ഞപ്പോൾ നമ്മൾ നിരന്തരം അതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ സഹികെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഒരു സംസാരം നടത്തിയിട്ടുണ്ട്. ആ സംസാരം പകര ബാപ്പൂട്ടി മുസ്ലിയാരെ പോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ തള്ളു സഹിക്കാൻ കഴിയാതെ അദ്ദേഹം പറഞ്ഞു വെച്ച ആ ഒരു സംസാരം നമുക്ക് കേൾക്കുന്നതിലൂടെ വിഷയത്തിലേക്ക് കടക്കാം. അങ്ങനെ കറാമത്ത് ഉണ്ടാക്കില്ല, അങ്ങനെ സംഭവം ഉണ്ടാക്കില്ല, ആരോട്ട് കൊന്നിട്ടില്ല, ആരോട്ട് കൊല്ലം ഉണ്ടാക്കില്ല. പക്ഷെ കറാമത്തായിട്ട് ഇങ്ങനെ വിളിച്ചെറിയാൻ എന്തിനിങ്ങനെ കളവ് പറയണം? കളവ് പറയലാണോ ഔലിയാക്കളോടുള്ള സ്നേഹം? ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല, അവരെ അതപകേടാണത്, വലിയ പൂർത്തക്കേട് പറ്റും, ഒരിക്കലും പറയാൻ പാടില്ല. അതുപോലെ ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനം പറയാൻ പാടില്ല. ഔലിയാക്കളെ നിന്ദിക്കുന്ന വർത്താനാണ് അവർ എന്താണ് ഒരു പീടിയെ കയറി ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ പീടിയ അങ്ങ് കത്തിപ്പോയി. ഔലിയാക്കൾ ഇങ്ങനെ എന്ത് ചെയ്യുക? ഓരോരുത്തരുടെ ചായ കുടിക്കുക, പൈസ ഒന്നും കൊടുക്കാണ്ട്, എന്നിട്ട് ഓലങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ പൈസയ്ക്ക് വെച്ചാൽ ഓല പീടിയ അങ്ങ് കത്തിച്ച് കളിക്കുക. ഇങ്ങനത്തെ മോശക്കാരാണ് ഔലിയാക്കൾ എന്നാണ് ജനങ്ങളോട് പറയേണ്ടത്. അപ്പോൾ വിവരമില്ലാതെ മതം പറയാൻ പോരുത്, വിവരമില്ലാത്തവും മതം പറയരുത്. അമ്മാൻ സമത്തന ഞാൻ മിണ്ടാതിരുന്നാൽ രക്ഷപ്പെട്ടു. ആവശ്യമുള്ളത് മാത്രം പറയാം. ഒത്തില്ലാതെ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വിവരക്കേട് ചെയ്താൽ തന്നെ അങ്ങോട്ട് വിവരക്കേട് പറയാതിരിക്കണമെന്ന് ഒത്തില്ലാതെ ഉപദേശിക്കുകയാണ് ഫതഹുർ റബ്ബാനിയിലെ. അപ്പോൾ അങ്ങനത്തെ മഹാന്മാർ, ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. ചില ആളുകൾക്ക് അവർക്ക് വിവരമില്ല എന്നുള്ള വിവരമില്ല. ഔലിയാക്കളെ കിതാബ് മനസ്സിലാണെങ്കിൽ നല്ല ഇൽമാണ്, ഇമാമിങ്ങളെ കിതാബ് മനസ്സിലാണെങ്കിൽ നല്ല ഇൽമാണ്. അതെ, ചില ആളുകൾക്ക് വിവരമില്ല എന്ന വിവരം പോലുമില്ല. മഹാദുരന്തങ്ങളായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. പല വിവരക്കേടും വിളിച്ചു പറയുകയാണ്. ഇങ്ങനെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും ഒരുപാട് തള്ളിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അദ്ദേഹം അതൊക്കെ പിൻവലിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു ആലം. ഏതായിരുന്നാലും അദ്ദേഹം ഈ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ തന്നെ പല ആളുകൾക്കും നിക്കക്കള്ളിയില്ലാതെ സഹിക്കാൻ കഴിയാതെയായി. അങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടൊരുത്തൻ അലറി നിലവിളിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്ന ഒരു രംഗം കൂടി നമുക്കൊന്ന് കാണാം. ഞങ്ങളുടെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ മടവൂർ ശൈഖുനയുടെ ഖുത്ബുൽ ശൈഖുന മടവൂർ, സുൽത്താനുൽ ഔലിയാ ശൈഖുന മടവൂർ, റഈസുൽ മഹ്ബൂബീൻ ശൈഖുന മടവൂർ, ഈ കാലഘട്ടത്തിന്റെ യുഗപുരുഷനായ കാലത്തിന്റെ പരിഷ്കർത്താവായ അനമുതബ്ബിറുല്ലാനം എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്ത ശൈഖുൽ മശായിഖായ ശൈഖുന മടവൂർ. ആ മടവൂർ ശൈഖുനയുടെ മഹത്വം അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിൽ രക്തധമനികൾ ചലിപ്പിക്കുന്ന കാലത്തോളം ഞങ്ങളത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരു സംഘടനാ ഫാസിസത്തിനും സാധ്യമല്ല. ഇത് പേരോടുള്ള മറുപടിയാണ്, അലവി സക്കാഫിക്കുള്ള മറുപടിയാണ്. മനസ്സിലായല്ലോ? അവരൊക്കെയാണ് ഇപ്പോൾ ശക്തമായി, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ, ആളുകളിൽ നിന്ന് ഇങ്ങനത്തെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാതെ വന്നപ്പോൾ ഇത്തരം കള്ളക്കറാമത്തുകൾ പറയുന്ന ആളുകൾക്കെതിരെ അവരൊക്കെ സംസാരിച്ചു തുടങ്ങി. അതിലുള്ള വെപ്രാളമാണ് ഈ പുരോഹിതൻ ഈ രീതിയിൽ അലറി നിലവിളിക്കാൻ കാരണം. ഞങ്ങളുടെ ശരീരത്തിലെ രക്തധമനികൾ ചലിക്കുന്ന കാലത്തോളം ഞങ്ങൾ ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങനെ മഹാന്മാരുടെ പേരിൽ വെച്ച് കെട്ടിയിരിക്കും എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഈ പുരോഹിതൻ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇത് വാശിയോടെയാണ് ഇവർ ഈ കറാമത്തും കാര്യങ്ങളൊക്കെ പറയുന്നത്. പുതിയ ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായല്ലോ? നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. സൗത്ത് കൊറിയയിൽ വിമാന ദുരന്തമുണ്ടായി, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഞാൻ പറയുന്നു, ഇതിന് ഉത്തരവാദി CM മടവൂരാണ്. അദ്ദേഹം കണ്ണടച്ചു, അദ്ദേഹം ഇത് ശ്രദ്ധിച്ചില്ല, അദ്ദേഹം അശ്രദ്ധയിലായി എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം നടന്നത് എന്ന് സമസ്തക്കാർ വിശ്വസിച്ചേ പറ്റൂ. ഞങ്ങൾക്കിങ്ങനെ വിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞ് തടിയുരാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല. സമസ്തക്കാരെ, നിങ്ങളുടെ പുരോഹിതന്മാരിത് പറഞ്ഞു വെച്ച കാര്യമാണ്. നിങ്ങൾ മഹാന്മാരെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങളുടെ മൂർധാവിൽ വന്ന് അടിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്? CM മടവൂരിനെ കുറിച്ച് വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്ന രീതിയിൽ പറഞ്ഞില്ലേ? എന്ത് ചോദിച്ചാലും ഫതഹാകാതിരിക്കില്ല എന്ന് പറഞ്ഞില്ലേ? നിഷേധിക്കാൻ പറ്റുമോ?
നിഷേധിക്കാൻ പറ്റുമോ? എന്ത് ചോദിച്ചോ, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, ആരോഗ്യമാകട്ടെ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ. ആരോട്? മാനസിക രോഗിയ ചിത്തടിമിത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന CM മടവൂരോട് നിങ്ങൾ ചോദിച്ചാൽ ഫത്ഹാകാതിരിക്കില്ല എന്ന് നിങ്ങളുടെ AP സമസ്തയിലെ നേതാവായ ആര് സ്വപ്നജീവി. മഹാദുരന്തം, ഈ ദുരന്തത്തിൻ്റെ സകല കാരണങ്ങളും, ഈ സമസ്തക്കുണ്ടായ ഈ ദുരന്തത്തിൻ്റെ സകല ഉത്തരവാദിത്വവും ഈ പറയുന്ന മുസ്ലിയാർക്കാണ്. അങ്ങനെ ആ മുസ്ലിയാർ തന്നെ ഇത് പറയട്ടെ. മുസ്ലിയാർ തന്നെ പറയുന്ന CM മടവൂരിനെ കുറിച്ചുള്ള ഈ വിശ്വാസം പറയട്ടെ. ഷെയ്ഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ കേട്ടില്ലേ? നിരവധി അനുഭവങ്ങൾ. ഇദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളാണ്. ഇന്നലെ നമ്മൾ ഇന്നലെയും മിനിയാന്നൊക്കെ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ. നൂറുകണക്കിന് അനുഭവങ്ങൾ. പിന്നെ എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, സ്വപ്നത്തിൽ വന്നു, നേരിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പർക്ക് ഒരുപാട് അനുഭവങ്ങളാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മനസ്സിലായല്ലോ? ഇദ്ദേഹം തന്നെയാണ് എന്ത് പറഞ്ഞത്? ആകാശത്ത് കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റുകൾ CM മടവൂരിൻ്റെ നിയന്ത്രണത്തിലാണ്. CM മടവൂർ എന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാം കൂട്ടിമുട്ടുമെന്നൊക്കെ പറഞ്ഞത്. ഈ മഹാദുരന്തത്തിൻ്റെ ഉത്തരവാദി CM മടവൂർ തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചില വിശ്വാസങ്ങൾ, ഇവരുടെ വിശ്വാസങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവരിങ്ങനെ നിസ്സാരമായ കാര്യമല്ല, ഇതൊക്കെ നിസ്സാരമായി കാണേണ്ട വിഷയമല്ല. നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവരുടെ വിശ്വാസം എന്താണ്? അള്ളാഹു കാണും പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു ഇടപെടും പോലെ ഇടപെടുകയും ചെയ്യും. ആര്? CM മടവൂര്. ഇവരുടെ വിശ്വാസമല്ലേ? മഹാന്മാർക്ക് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? നമ്മളിത് മുസ്ലിയാക്കന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ നമ്മൾ ജിഫ്രി മുത്തുക്കോയ ഉണ്ടല്ലോ, ഉഡായിപ്പിന് കയ്യും കാലും മുളച്ച മുസ്ലിയാർ ഒരു മലക്കം മറിച്ചിൽ മറിയുന്നുണ്ട്. നമുക്ക് ആ മലക്കം മറിച്ചിൽ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പുസ്തകം ഒന്ന് പരിശോധിക്കാം. ആദ്യം മുസ്ലിയാരൊന്ന് പറയട്ടെ. അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. അള്ളാഹ് അറിയണതൊക്കെ അറിയടോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. ഇവരറിയണത് എങ്ങനെ? അതിനുപയോഗിക്കേണ്ടതായ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് എന്താണ് ആ മാധ്യമങ്ങൾ എന്ന് എപ്പോഴെങ്കിലും ഇനി സംസാരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഉസ്താദിനെ കൊണ്ടൊന്നത് പറയിപ്പിക്കണം. എന്താണ് ആ മാധ്യമം? മഹാന്മാർ ഉപയോഗിക്കേണ്ട മാധ്യമം, CM മടവൂരൊക്കെ ഉപയോഗിക്കേണ്ട മാധ്യമം എന്താണ് എന്ന് ഒന്ന് സാധാരണക്കാരോടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് നിങ്ങളുടെ ഉസ്താദിനോട്, തങ്ങളോട്, ഈ പറയുന്ന ആളോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു വന്നത് എന്താണ്? അള്ളാഹു തആല കാണുന്നത് പോലെ കാണും. മനസ്സിലായല്ലോ? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടും. മനസ്സിലായല്ലോ? അതിന് മാധ്യമങ്ങൾ ആവശ്യമുണ്ട്. അള്ളാഹ് കാണും പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അള്ളാഹ് അറിയുന്ന കാര്യങ്ങളൊക്കെ അറിയും, അള്ളാഹു ഇടപെടും പോലെ തന്നെ ഇടപെടും, അള്ളാഹു കേൾക്കുന്നത് പോലെ തന്നെ കേൾക്കും. മനസ്സിലായല്ലോ? പക്ഷെ അതിനൊക്കെ ചില മാധ്യമങ്ങളുണ്ട് എന്നാണ് ഇപ്പം പറയുന്നത്. എന്താണ് ആ മാധ്യമം എന്നത് അദ്ദേഹം തന്നെ പറയുമായിരിക്കും. നമ്മളിവരുടെ പുസ്തകങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ CM സ്മരണിക, ജീലാൻ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഹദീസിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിക്കും, ഒരു കുദിസിയായ ഹദീസിനെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ പറഞ്ഞു വെച്ച കാര്യം എന്താണ്? ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, CM സ്മരണികയാണിത്. ഇതിൽ പറയുന്നത് എന്താണ്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുദിസിയായ ഹദീസിൽ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇതേ കാര്യം തന്നെ ഇതേ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ അത് കാണുന്നുണ്ടല്ലോ പുസ്തകം. ഇതിൽ എന്താണ് പറയുന്നത്? ഇതേ മുകളിൽ ബുഖാരിയുള്ള ഹദീസ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം എന്താ പറയുന്നത്? അതിൻ്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസമന്യേ കേൾക്കുവാൻ സാധിക്കുമെന്നതാണ്. എന്താണ്? മഹാന്മാർക്ക് അവരുടെ ജീവിത മരണ വ്യത്യാസമില്ല. ഇവരുടെ വാദമാണ്, മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന ഇവരുടെ വാദം. അതിനെ സ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം അതാണ് ഇവിടെ നമ്മൾ കണ്ടത്.
മനസ്സിലായല്ലോ? എന്താണ്? അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. മനസ്സിലായല്ലോ? ഇനി അങ്ങനെയുള്ള CM മടവൂരിനെ കുറിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്ന് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിയാർ പറയുന്നത് നമുക്ക് കേൾക്കാം. മഹാനായ പരിപ്പാട് മക്കാമ് സിയമ്പലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവർ ഇവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട സിയമ്പലിൽ പറഞ്ഞതാ. അതിന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. കേട്ടില്ലേ സഹോദരങ്ങളെ? നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞ അതേ റൂട്ടിൽ തന്നെ പോയി എവിടെ വരെ എത്തി? പോയി അള്ളാഹു താല എന്നെയാണോ CM മടവൂരി എന്ന് സംശയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. മനസ്സിലായല്ലോ? ഇപ്പോൾ അള്ളാഹു താല കൊടുത്ത കഴിവാണ് എന്ത്? അള്ളാഹു താല കാണുന്നത് പോലെ കാണാനും അള്ളാഹു താല കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു താല ഇടപെടുന്നത് പോലെ ഇടപെടാനും ഒക്കെയുള്ള കഴിവ് CM മടവൂരിന് കൊടുത്തിട്ടുണ്ട്. ഇത് സമസ്തയുടെ വിശ്വാസമാണ്. അങ്ങനെ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മളിത് കൃത്യമായി പുരോഹിതന്മാർ പറയുന്നതും കാര്യങ്ങളും ഒക്കെ കേട്ടു. ഇങ്ങനെയൊക്കെ കഴിവും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തി എന്നിട്ടും ശ്രദ്ധിക്കാതെ പോയി, ഇല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, അശ്രദ്ധ, ഇതൊന്നും ഒരു കാരണം പോലും പറയാൻ പറ്റില്ല. അശ്രദ്ധയൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. അള്ളാഹു കാണുന്നത് പോലെ കാണുക എന്ന് പറയുമ്പോൾ അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കേൾക്കും പോലെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അറിയും പോലെ അറിയുമെന്ന് പറഞ്ഞാൽ അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇങ്ങനെയൊക്കെ കഴിവും കാര്യങ്ങളും ഒക്കെയുള്ള, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനും എപ്പോൾ വിളിച്ചാലും കേൾക്കാനും അറിയാനും ഒക്കെയുള്ള കഴിവുള്ള ഈ മഹാവ്യക്തിത്വം, ഈ വലിയ സംഭവമായിട്ടുള്ള അന മുദബ്ബിറുൽ ആലം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ മഹൽ വ്യക്തിത്വം ഇത്രയും വലിയ ഒരു ദുരന്തത്തിന് കാരണക്കാരനാകുന്നത് എങ്ങനെയെന്നതാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറയട്ടെ. ഷെയ്ഖുനായുടെ ആയലുകൾ ഷെയ്ഖുന കറക്റ്റ് ശരീഅത്തിനനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹളറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാക്കാണ്. ഷെയ്ഖുന ഒന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ആര് പറഞ്ഞ വാക്കാണ്? എന്താണ് പറഞ്ഞത്? നിങ്ങൾ കേട്ടല്ലോ. ഞാനൊന്ന് അശ്രദ്ധയിലായി കഴിഞ്ഞാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമെന്നാണ് ഷെയ്ഖുന പറഞ്ഞത്. അപ്പോൾ ഇതിന് ഉത്തരവാദി ആരാണ്? നിങ്ങൾ പറ, ഇതിന് ഉത്തരവാദി ആരാണ്? സമസ്തക്കാരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അതല്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പകര ബാപ്പൂട്ടി മുസ്ലിയാരെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിപ്പിക്കണം. പൊതുസമൂഹത്തിന് മുന്നിൽ മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. ഞാനിങ്ങനെ പച്ചക്കളവാണ് പറഞ്ഞത് എന്ന് പറയണം. അല്ല എങ്കിൽ CM മടവൂര് തന്നെയാണ് പ്രതി എന്ന് തന്നെ പറയണം. ഇത് ഉത്തരവാദി CM മടവൂര് തന്നെയാണ്. നിങ്ങൾ സൂപ്പർമാൻ്റെയും ഫൈഡർമാൻ്റെയും ഒക്കെ കഥകൾ പറയുന്ന ലാഘവത്തോടെ, ഇല്ലെങ്കിൽ ആ ഒരു പരിവേഷം നൽകിക്കൊണ്ട് ഈ പറയുന്ന മജ്ദൂബായ ഭ്രാന്തനായ ചിത്തടിമിത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന അബൂബക്കർ മുസ്ലിയാരെ, മടവൂരുകാരനായ അബൂബക്കർ മുസ്ലിയാരെ, CM മടവൂർ എന്ന് പറയുന്ന നിങ്ങളുടെ ഔലിയയെ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കയ്യൊയ്യാൻ പറ്റുമോ? അലവി സക്കാഫി നിങ്ങളെ കൊണ്ട് പറ്റുമോ? പേരോട് സക്കാഫി നിങ്ങളെ കൊണ്ട് പറ്റുമോ? അലവി സക്കാഫി നൈസായിട്ട് ഊരുന്ന ഒരു രംഗമുണ്ട്, നമുക്കതും കൂടി ഒന്ന് കേൾക്കാം. പ്രസംഗത്തിൽ പറഞ്ഞതാണ്ട് എന്താണ്, നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്ലെയിനുകളും, മുഴുവൻ പ്ലെയിനുകൾ, ഫ്ലൈറ്റുകളെ അതേ ഏതെങ്കിലും ഏതോ ഒരു വലിയന്റെ പേര് പറഞ്ഞു ഒരു വലിയെങ്ങാനും കണ്ണ് ചിന്തിയാൽ ആ ഫ്ലൈറ്റുകൾ മുഴുവനും കൂട്ടിയിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഇതൊക്കെ ഒരു മനുഷ്യരോട്, നമ്മുടെ പുതിയ ഒരു ചിന്തിക്കുന്ന സമൂഹത്തോടല്ല ഈ പറയുന്നത്. ഇതിന്റെ വലിയ കണ്ണു ചിമ്മിയാൽ ആ ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിയിരിക്കുന്നു. അപ്പൊ ഈ വലിയ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഫ്ലൈറ്റ് പിന്നെ എങ്ങനെയാണ് നടന്നിരുന്നത്? വലിയ ജനിക്കുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് ഉണ്ടല്ലോ. എന്തൊരു വലിയ ബുദ്ധിമുട്ട്! ഇതിനോടൊക്കെ എത്രയാണ് ദുരന്തം കളികൾ. ഇത് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് സുന്നി പണ്ഡിതന്മാരുടെ വിശ്വാസം ഇതാണ് എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോവാൻ കാരണമായിട്ടുണ്ട്.
ഇത് നമ്മൾ കേട്ടില്ലേ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നുകൊണ്ട് കള്ളക്കഥകൾ പറയുമ്പോൾ അത് സമസ്താലയത്തിന് വിള്ളലുണ്ടാക്കുന്നുണ്ട്, സമസ്താലയത്തിന് മണ്ണൊലിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. ആളുകളൊക്കെ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കള്ളത്തരങ്ങൾ നിരന്തരമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് ഛർദ്ദിക്കുമ്പോൾ സമസ്താലയത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അലവി സഖാഫി പറഞ്ഞത്. മഹാദുരന്തമായിക്കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, മനസ്സിലായല്ലോ. ദുരന്തമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അലവി സഖാഫിയുടെ സംസാരം കേട്ടത്. എങ്കിൽ അലവി സഖാഫിയെ പോലെയുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകൾ ശക്തമായി ഇതിനെതിരെ സംസാരിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോരാ, അതിശക്തമായി സംസാരിക്കുകയും ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകളെ കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ വന്ന് അതിന് മാപ്പ് പറയുകയും തിരുത്തുകയും വേണമെന്ന് നിങ്ങൾ പറയണം. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഒളിഞ്ഞും പാത്തും എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല വേണ്ടത്. നിങ്ങളത് പറയാത്തിടത്തോളം കാലം ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം സമസ്താലയത്തിന് തന്നെയാണ്, CM മടവൂരിന് തന്നെയാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല എന്നാണ് പറയാനുള്ളത്. ഇതൊക്കെ കേട്ടുകൊണ്ട് ബേജാറായ ഒരു മുസ്ലിയാർക്ക് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പറയാനുണ്ട്. അദ്ദേഹവും കൂടി ഒന്ന് പറയട്ടെ. ഈ ഇല്ലാ കഥകളും അത്ഭുത കഥകളും പറയാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ 1000-ലൊരംശം ഖുർആനും ഹദീസും ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഇത്തിബാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആരിഫീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും കാണിച്ചു തന്ന യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തും പറയാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ എന്താ അല്ലേ? എന്തേ മുസ്ലിയാരെ, നിങ്ങൾക്കും അത് ആകാമല്ലോ. യഥാർത്ഥ അഹ്ലുസ് സുന്നയുടെ അഖീദ എന്താണ് എന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്തു മാറ്റമുണ്ടാകട്ടേനും. ഇത് ഞങ്ങൾ മുജാഹിദുകൾ പറയുമ്പോൾ മുജാഹിദുകളെ പുത്തൻവാദികളും വിധേയകളുമാക്കി ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുകയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളടക്കമുള്ള ആളുകൾ സംസാരിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഞങ്ങളെപ്പോലുള്ള ആളുകളോട് സലാം പറയാൻ വേണ്ടി പാടില്ല എന്നും കാഫിർ വരെയാണ് എന്ന് വരെ പറഞ്ഞ ആളുകളില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? അപ്പോൾ വിഷയം വ്യക്തമാണ്. ഈ മഹാദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം CM മടവൂരിൻ്റെ തലയിലാണ്, സമസ്തയുടെ തലയിലാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ സമൂഹത്തോട് മാപ്പ് പറയണം. ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ പറ്റിക്കരുത്. ഈ മഹാദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം CM മടവൂരും സമസ്തയും ഏറ്റെടുത്തേ മതിയാകൂ. നിങ്ങൾ പറയുന്നത് സത്യമാണ് എങ്കിൽ. ഒരാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിട്ട് ആ കഴിവ് ഉപയോഗിക്കാതെ അയാൾ അശ്രദ്ധനായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ മതിയാകൂ. സമസ്താലയം ഏറ്റെടുത്തേ മതിയാകൂ. കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.